രാവിലെ തന്നെ ഒരുങ്ങിക്കിട്ട് വേറെ എങ്ങോട്ടല്ല ഫിസിയോയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസം കൊണ്ട് ഫിസിയോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ ബാക്കിൽ വേറൊരാളും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, അമ്മയാണ്. വീട്ടിൽ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഷോപ്പിലേക്ക് കൊണ്ട് കൊടുക്കുക. അപ്പോൾ അമ്മയ്ക്ക് അത് കൊടുക്കാൻ പോകണം. അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ടാണ് റെഡി ആവുന്നത്. ഞാൻ ജസ്റ്റ് കുളിച്ചിട്ടുള്ള മുഖത്ത് ക്രീമും പൗഡറും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബൈബിൾ വായിക്കാനിരുന്നു. ബൈബിൾ വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജുങ്കാപ്പയുടെ സങ്കടം കണ്ടത്. അമ്മ പോയതിൻ്റെ സങ്കടമാണ്. ഇനി ഗേറ്റിൻ്റെ അടുത്തേക്ക് നോക്കി ഇങ്ങനെ ഒരു കിടപ്പായിരിക്കും. ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി. എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കട്ടിലിൽ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മൂക്കുത്തിയും കമ്മലും ഒക്കെ എടുത്തിട്ടു. അപ്പോഴത്തേക്ക് അമ്മ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും ജുങ്കനും ഇഷ്ടപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനത് മൈൻഡ് ആക്കിയില്ല. കാരണം അമ്മ അവനെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് കൊഞ്ചിച്ചില്ല എന്നുള്ള കാരണത്താൽ അവനത് മൈൻഡ് ആക്കിയില്ല. പിന്നെ അമ്മ കൊഞ്ചിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫുഡൊക്കെ എടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലഞ്ച് ഞാൻ ഭയങ്കര നേരത്തെയാണ് കഴിച്ചത്. കാരണം ഫിസിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് ഒരുപാട് നേരത്തെ ഫുഡ് തന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മുടിയൊക്കെ കിട്ടി. മുടി ഞാൻ അങ്ങനെ ചീർപ്പ് വെച്ചിട്ടൊന്നും കോതാറില്ല. ചുമ്മാ കൈകൊണ്ട് മാത്രമാണ് കെട്ടുന്നത്. അത് പണ്ട് മുതലേ ശീലമാണ്. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ദീ സുന്ദരിയായി പുറപ്പെടുകയാണ്. അപ്പോൾ കാറിലേക്ക് കയറി. ഇതാണ് ഞങ്ങളുടെ മൊണാസ്ട്രി. കാറിൽ തന്നെ ഇരുന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ചു. ഇടയിലുള്ള വീഡിയോയും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഫിസ് ചെയ്യുന്ന സ്ഥലം എത്തി. ഇതേ ഇവിടെയാണ് ഫിസ് ചെയ്യുന്നത്. കാക്കനാടാണ്. ഫിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാബിനിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ ക്യാബിന്. ഞാൻ കിടന്നു. ജസ്റ്റ് എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ എക്സസൈസും കാര്യങ്ങളും ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഫോൺ പിടിച്ചിട്ട് എനിക്ക് എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, എന്നെ ഡോക്ടേഴ്സ് ഓടിക്കും ഫോൺ പിടിച്ചിട്ട് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഫിസിയോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയിൽ എവിടെയെങ്കിലും തട്ടുകട കാണുകയാണെന്നെങ്കിൽ സ്നാക്സ് വാങ്ങിച്ച് തരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പൊതുവേ ഓയിലി ഐറ്റംസ് ഒന്നും കഴിക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ വിശപ്പുണ്ടായതുകൊണ്ട് സുഗിയനും കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും കട്ട്ലറ്റും ഒക്കെ വാങ്ങിച്ചായിരുന്നു. കട്ട്ലറ്റും സുഗിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആലുവ എത്തിയപ്പോഴത്തേക്ക് ബേൽപൂരിയും പാനിപൂരിയും ഒക്കെ വാങ്ങിച്ചു. പാനിപൂരി മാത്രമാണ് എനിക്കിഷ്ടമുള്ളത്. ബേൽപൂരി ഒന്നും എനിക്കിഷ്ടമല്ല. ഞാനത് കഴിച്ചതുമില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ജുങ്കാപ്പിയുടെ പ്രതിഷേധമായിരുന്നു. ഇത്രയും നേരം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശാന്തനായി. കൊഞ്ചലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെൻ്റെ കാലിൽ ഫ്ലാറ്റായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.